നമസ്കാരം. പ്രധാന വാർത്തകൾ. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ ബി.ജെ.പി. നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാക്കുപിഴവിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് ബി.ജെ.പി. നേതാവ് ബി. ഗോപാലകൃഷ്ണൻ. കൊലവിളിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഷൊർണൂരിൽ പിഞ്ചുമക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് നെടുങ്ങോട്ടൂർ പരിയം-തടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെ. 1 വയസ്സും 4 വയസ്സും പ്രായമുള്ള ആൺകുട്ടികളെ ദിവ്യ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് 2021 നവംബർ 14-ന്. ഷൊർണൂരിൽ ബൈക്ക് മോഷണ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. കുളപ്പുള്ളിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പിടിയിലായത് വല്ലപ്പുഴ, പൊട്ടച്ചിറ, ഓങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കൾ. മങ്കരയിലെ വാടക വീട്ടിൽ വയോധിക പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് പൂലോടി ചെമ്പത്ത് വീട്ടിൽ ഗീത. ഒറ്റപ്പാലത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. വിഷയം കൗൺസിൽ യോഗത്തിൽ പ്രധാന ചർച്ചയായി. തെരുവ് നായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് നഗരസഭ സാംസ്കാരിക നിലയം നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിട നിർമ്മാണം വിപുലമായ സൗകര്യങ്ങളോടെ. ഷൊർണൂർ നഗരസഭ വികസന സദസ്സിനെതിരെ പ്രതിപക്ഷം. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്നതിനായി ഒക്ടോബറിൽ വികസന സദസ്സ് നടത്താനുള്ള കൗൺസിൽ തീരുമാനത്തിനെതിരെ ബി.ജെ.പി. കൗൺസിലർമാരുടെ വിയോജിപ്പ്. സദസ്സിനെതിരെ കോൺഗ്രസും. മ്ലാനതയുടെ കാർമേഘങ്ങൾക്കു താഴെ പൂജാ വിപണി. കച്ചവടം മോശമെന്ന് വ്യാപാരികൾ. കാലാവസ്ഥ മെച്ചപ്പെടുന്നതോടെ വഴിയോര കച്ചവടം ഉണരുമെന്ന് പ്രതീക്ഷ. വാർത്തകൾ വിശദമായി. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ ബി.ജെ.പി. നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംഭവത്തിൽ പ്രതിഷേധിച്ച് ബി.ജെ.പി. നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബി.ജെ.പി. സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ അയനിക്കുന്നത്തിന്റെ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. രാവിലെ 9 മണിയോടെയായിരുന്നു ഇരുവരുടെയും വീടുകളിൽ പേരാമംഗലം പോലീസ് പരിശോധനയ്ക്കെത്തിയത്. പരിശോധനയ്ക്കെതിരെ തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ബി.ജെ.പി. മാർച്ച് നടത്തിയത്. ബി.ജെ.പി. തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് സ്റ്റേഷന് ഏതാനും മീറ്റർ അകലെ പഴയ പട്ടാളം റോഡിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് ബി.ജെ.പി. യുവ നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസിനാസ്പദമായ പരാമർശം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പരാമർശം. വിഷയത്തിൽ പേരാമംഗലം പോലീസ് പ്രിന്റു മഹാദേവിനെതിരെ കഴിഞ്ഞ ദിവസം കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെ പ്രിന്റു മഹാദേവ് ഒളിവിൽ പോയി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിന്റെ പേരിൽ ബി.ജെ.പി. പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കുടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് ബി. ഗോപാലകൃഷ്ണൻ. നാക്കുപിഴവിന് കേസെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കേസെടുക്കണമെന്ന് ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. നാക്കുപിഴവിന്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ വി.ഡി. സതീശനെതിരെയും പിണറായി വിജയനെതിരെയും കേസെടുക്കണമെന്ന് ബി. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രിന്റു മഹാദേവിനെ പാർട്ടി വക്താവ് സ്ഥാനത്ത് നിന്ന് മാറ്റി. പിന്തുണയല്ലല്ലോ, അയാളുടെ പേരിൽ കേസുണ്ട്. അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ അയാൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതൊക്കെ ശരിയെന്നല്ലേ പിന്തുണ എന്ന് പറഞ്ഞാൽ? അല്ലല്ലോ. നമ്മൾ അയാൾക്കെതിരെ നടപടിയെടുത്തു. അതൊരു നാക്കുപിഴവാണ്. ശരിയാണോ ശരിയല്ലെന്നല്ല, അതൊരു നാക്കുപിഴവാണ്. നാക്കുപിഴവാകുന്ന പല കാര്യങ്ങളും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് തന്നെ നാക്കുപിഴവാണ്. അതുകൊണ്ട് നമ്മൾ നടപടിയെടുത്തു അയാൾക്കെതിരെ. ഈ കേസിന്റെ പേരിൽ ബി.ജെ.പിക്ക് നേരെ റെയ്ഡിന് വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തിയുറക്കില്ലെന്നും ബി. ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചു. കോൺഗ്രസുകാർ ഈ വിഷയത്തിൽ വല്ലാതെ തിളക്കേണ്ടെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിൻ്റെ പേരിൽ BJP പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ RSS നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, പാലൊളി ഹുസൈൻ, ശിവപ്രകാശൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ, കൃഷ്ണദാസ്, ദാസ് ശങ്കർ, A ഉണ്ണികൃഷ്ണൻ, VG ശ്രീനിവാസൻ, TK ആഷിഖ്, MP സുശീൽ കുമാർ, ലീല, സുശീൽ കുമാർ, രാജു ചാക്കോ, താഹിർ അനങ്ങനടി, വിൻസെന്റ്, ശിവദാസ്, PK വേണുഗോപാൽ, TK സുരേഷ് കുമാർ, ജയഘോഷ്, രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നടത്തുന്ന പോരാട്ടങ്ങൾ ഇന്ന് വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ സംഘപരിവാർ. അവർ ഇന്നലകളിൽ രാജ്യത്ത് നടത്തിയ കൊള്ളർച്ച് വോട്ട് കൊള്ളയെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കൽ തുരങ്കം വെച്ചതിനെ കുറിച്ച് തുറന്നു പറയുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമെന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാരമായി ചേർന്ന് വന്നിരിക്കുന്നത് പറയുകയാണ്. ഇന്ത്യ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ നെടുനായകത്വം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുക്കാൻ തയ്യാറാവാത്ത ഇവിടുത്തെ പിണറായിയുടെ സംഘി പോലീസ്, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും സംഘപരിവാറിന് വേണ്ടി വിടുവാന ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വധഭീഷണിയിൽ പ്രതിഷേധിച്ച് പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. മാത്തൂരിലായിരുന്നു പ്രതിഷേധ പ്രകടനം. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഇസ്മായിൽ പിരായിരി, പ്രസാദ് കണ്ണാടി, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ഉദയപ്രകാശ്, പ്രീജ സുരേഷ്, കരുണാകരൻ കണ്ണാടി, നിഷാദ് കണ്ണാടി, കൃഷ്ണൻ പിരായിരി, AR പ്രേമദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. രാഹുൽ ഗാന്ധിക്കെതിരായ BJP നേതാവിന്റെ വധഭീഷണിയിൽ പ്രതിഷേധിച്ച് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചെറുതുരുത്തിയിൽ പ്രകടനം നടത്തി. ചുങ്കം സെന്ററിൽ നിന്നാരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സമാപിച്ചു. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ഭീഷണി മുഴക്കിയ BJP നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ചെറുതുരുത്തിയിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തിയത്. പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി ജോണി മണിച്ചിറ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് കമ്മിറ്റികൾ വളരെ പ്രകോപനപരമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവും ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ നേതാവുമായ രാഹുൽ ഗാന്ധിയെ പിന്റോ മഹാദേവൻ എന്ന ഒരു വർഗീയവാദി, നമ്മുടെ മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഗോഡ്സെയുടെ പിൻഗാമി, അദ്ദേഹം ഒരു ചാനലിൽ വന്നിരുന്ന് അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞതിനെ തീർച്ചയായും ഈ രാജ്യത്ത് ഭരണം നടത്തുന്ന വർഗീയ ഭരണകക്ഷികൾ അതിനെതിരെ ഇതേവരെ ഒരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ എടുത്തിട്ടുള്ള കോൺഗ്രസിന്റെ നേതൃത്വം അതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ഏതറ്റം വരെയും അതിനുവേണ്ടിയുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുക. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PI ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ KA ജോസഫ് മാസ്റ്റർ, പ്രകാശൻ മാസ്റ്റർ, മുസ്തഫ വരവൂർ, മുഹമ്മദ് ഇക്ബാൽ, മഹേഷ് വെളുത്തേടത്ത്, K പ്രേമൻ, PV സുലൈമാൻ, KC ശിവദാസൻ, മാധവൻകുട്ടി, OU ബഷീർ, PS രാജൻ, വാപ്പുട്ടി വരവൂർ, ഷഹീർ ദേശമംഗലം, CA മുസ്തഫ, സണ്ണി, PT തമ്പിമണി, കണ്ണൻ പന്നിയടി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ മായ ഉദയൻ, ബീന, രാധ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂരിൽ
പിഞ്ചുമക്കളെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവും 1,00,000 ലക്ഷം രൂപ പിഴയും ശിക്ഷ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരിയംതടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് ആർ വിനായകറാവുവാണ് വിധി പറഞ്ഞത്. 2021 നവംബർ 14 പുലർച്ചെ 1 മണിയോടെയാണ് ഷൊർണൂരിൽ ദാരുണ സംഭവമുണ്ടായത്. കിടപ്പുമുറിയിൽ ദിവ്യക്കൊപ്പം ഉറങ്ങുകയായിരുന്ന 1 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികളെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ദിവ്യ കൈയിൻ്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ ദിവ്യയെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചു. പിന്നീടാണ് കുട്ടികൾ കൊല്ലപ്പെട്ട കാര്യം ബന്ധുക്കൾ അറിയുന്നത്. അന്നത്തെ ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ PM ഗോപകുമാർ, സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ P മുരളീധരൻ ഹാജരായി. 27 സാക്ഷികളെ വിസ്തരിച്ചു. 31 രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ബൈക്ക് മോഷണ കേസിലെ പ്രതികൾ ഷൊർണൂർ പോലീസിന്റെ പിടിയിൽ. 1-ാം പ്രതി വല്ലപ്പുഴ വലിയ പറമ്പിൽ വീട്ടിൽ 28 വയസ്സുള്ള മുഹമ്മദ് യൂനസ്, 2ഉം 3ഉം പ്രതികളായ പൊട്ടച്ചിറ വള്ളിക്കാട്ടുതൊടി വീട്ടിൽ 28 വയസ്സുള്ള ഷാഹുൽ ഹമീദ്, ഓങ്ങല്ലൂർ വരമംഗലത്ത് വീട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് ആഷിർ എന്നിവരെയാണ് ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 25-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. 25-ന് രാത്രി 8:30-നും 26-ന് രാവിലെ 10-നും ഇടയിലുള്ള സമയത്താണ് 2 പ്രതികൾ ചേർന്ന കുളപ്പുള്ളി ബസ് സ്റ്റാൻഡിന് താഴെയുള്ള അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൻ്റെ ഷട്ടറിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഹീറോ ഹോണ്ട പാഷൻ പ്ലസ് ബൈക്ക് മോഷ്ടിച്ചത്. തുടർന്ന് ബൈക്ക് മോഷണം പോയി എന്ന പരാതി ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഷൊർണൂർ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ ഗൂഡ്സ് ഓട്ടോയിൽ ബൈക്ക് കടത്തിക്കൊണ്ടുപോയെന്ന വിവരം ലഭിച്ചത്. പിന്നീട് ബൈക്ക് കടത്തിക്കൊണ്ടുപോയ ഓട്ടോറിക്ഷയുടെ വിവരങ്ങൾ ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഇന്നലെ വൈകുന്നേരം അതേ ഓട്ടോറിക്ഷയിൽ 2 പേർ വരുന്നത് പോലീസ് കണ്ടത്. ഇവരെ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തതിൽ നിന്നാണ് ബൈക്ക് മോഷ്ടിച്ചത് ഇവരാണെന്നും ഇതേ ഓട്ടോറിക്ഷയിൽ തന്നെയാണ് ബൈക്ക് കടത്തിക്കൊണ്ടുപോയതെന്നും പോലീസിന് വിവരം ലഭിച്ചത്. ഇവർ കടത്തിക്കൊണ്ടുപോയ ബൈക്ക് 3-ാം പ്രതിയായ ഓങ്ങല്ലൂർ വരമംഗലത്ത് 29 വയസ്സുള്ള മുഹമ്മദ് ആഷിറിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ക്രാപ്പ് കേന്ദ്രത്തിലെത്തിക്കുകയും പിന്നീട് ബൈക്ക് പൊളിച്ചുവിറ്റതായും പോലീസ് കണ്ടെത്തി. സമാന രീതിയിലുള്ള കുറ്റകൃത്യങ്ങൾ മുമ്പും ഇവർ ചെയ്തിട്ടുണ്ടോ എന്നും ഇതേ സ്ക്രാപ്പ് കേന്ദ്രത്തിൽ സമാന രീതിയിൽ മോഷണം നടത്തിയ കൂടുതൽ വസ്തുക്കൾ എത്തിച്ച് പൊളിച്ച് വിൽപ്പന നടത്തിയിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുമെന്ന് ഇൻസ്പെക്ടർ വി രവികുമാർ അറിയിച്ചു. ഇൻസ്പെക്ടർ വി രവികുമാറിനൊപ്പം SI KR മോഹൻദാസ്, ASIമാരായ K അനിൽകുമാർ, SCPO സജീഷ്, ഷൊർണൂർ DYSP R മനോജ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സബ് ഡിവിഷൻ ക്രൈം സ്ക്വാഡ് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മങ്കരയിൽ വയോധികയെ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. പ്രദേശത്തെ വാടക കെട്ടിടത്തിൽ താമസിക്കുന്ന പൂലോടി ചെമ്പത്ത് വീട്ടിൽ 61 വയസ്സുള്ള ഗീതയെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മങ്കര പോലീസ് സ്റ്റേഷന് സമീപം ചെവിരിയിൽ സന്തോഷിൻ്റെ ഉടമസ്ഥതയിലുള്ള വാടക വീട്ടിലാണ് ഗീതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു 61 വയസ്സുള്ള മങ്കര പൂലോടി ചെമ്പത്ത് വീട്ടിൽ ഗീത. ഒറ്റയ്ക്കാണ് താമസം. മകൾ അഞ്ജുവിനെ മണ്ണാർക്കാട്ടേക്കാണ് വിവാഹം കഴിച്ചയച്ചിരിക്കുന്നത്. മകൾ അവിടെയാണ് താമസം. ഓർമ്മക്കുറവുള്ള സ്ത്രീയാണ് ഗീത. വീട്ടിനകത്ത് മണ്ണെണ്ണയുടെ മണമുണ്ട്. അടുപ്പിൽ മണ്ണെണ്ണയൊഴിച്ചിരുന്നു. ഇതിൽ നിന്ന് വസ്ത്രത്തിലേക്ക് തീപിടിച്ചതാകാമെന്ന് സംശയിക്കുന്നു. രാവിലെ 10:30 വീട്ടുടമയെത്തി വിളിച്ചു നോക്കിയപ്പോൾ വാതിൽ തുറക്കാത്ത സാഹചര്യത്തിൽ വാതിൽ പൊളിച്ചപ്പോഴാണ് ഇവരുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മങ്കര പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. തെരുവുനായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ K ജാനകിദേവി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകിദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് അടിയന്തരമായി 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ നിർദ്ദേശം നൽകിയത്. പുതിയ സർവേ പ്രകാരം കണ്ടെത്തിയ 1075 തെരുവുനായ്ക്കളെ കുത്തിവയ്പ്പിന് വിധേയമാക്കും. അതേസമയം നായപിടുത്തക്കാരെ കിട്ടാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ മറ്റ് ജില്ലകളിലുള്ളവരെ കൂടി എത്തിക്കാനും ധാരണയായി. പൂളക്കുണ്ട് 19-ാം മൈൽ ഭാഗങ്ങളിൽ 3 പേർക്ക് നായയുടെ കടിയേറ്റതിന് പിന്നാലെയാണ്
പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. നേരത്തെ മായന്നൂർ പാലം പരിസരത്ത് 2 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ഇത് പേപ്പട്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് സർവേയിൽ കണ്ടെത്തിയ 921 തെരുവുനായ്ക്കളിൽ 526 എണ്ണത്തിന് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നു. 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിനായി 3.5 ലക്ഷത്തോളം രൂപ അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചതായി ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ് എന്നിവർ അറിയിച്ചു. പ്രദേശത്ത് ഈസ്റ്റ് ഒറ്റപ്പാലം, പൂളക്കുണ്ട്, പടിഞ്ഞാർക്കര സ്കൂൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തെരുവ് നായയുടെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ അടിയന്തരമായി നൽകണമെന്ന് ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. നമുക്കുള്ളൊരു പ്രശ്നം ഡോഗ് ക്യാച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ABC പ്രോഗ്രാം നടക്കുന്നിടത്താണ് അതിനുവേണ്ടിയാണ് ഡോഗ് ക്യാച്ചേഴ്സ് ഉള്ളത്. ഇപ്പോൾ 1075 തെരുവ് നായ്ക്കളാണ് പുതിയ സെൻസസ് പ്രകാരം നഗരസഭാ പ്രദേശത്തുള്ളത് എന്നും അതിലേതാണ്ട് 570ഓളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ ഈ മായന്നൂർ പാലം പരിസരത്ത് തെരുവ് നായ ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ ചെയ്തത്. 2ാം ഘട്ടത്തിൽ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്യണം എന്ന് ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂരിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാനുള്ള നഗരസഭാ ഭരണപക്ഷത്തിന്റെ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷം. BJP, കോൺഗ്രസ് കൗൺസിലർമാരാണ് ഇക്കാര്യത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ ജനസമക്ഷം വിശദീകരിക്കാനാണ് വികസന സദസ്സുമായി ഭരണസമിതി മുന്നോട്ടു പോകുന്നത്. ഷൊർണൂർ നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് കഴിഞ്ഞ 5 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറയുന്നതിനു വേണ്ടി ഒക്ടോബർ മാസത്തിൽ വികസന സദസ്സ് സംഘടിപ്പിക്കാൻ നഗരസഭാ ഭരണസമിതി തീരുമാനിച്ചത്. എന്നാൽ വിഷയം കൗൺസിൽ യോഗത്തിലെത്തിയതോടെ എതിർപ്പുമായി BJPയും കോൺഗ്രസും രംഗത്തെത്തി. നഗരസഭയിലെ വിവിധ ആളുകൾക്ക് ശുചിമുറി നവീകരിക്കുന്നതിന് ഫണ്ട് പൂർണ്ണമായും നൽകാത്ത ഭരണസമിതി ലക്ഷങ്ങൾ ചെലവഴിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് ശരിയല്ലെന്ന് BJP കൗൺസിലർ EP നന്ദകുമാർ പറഞ്ഞു. 4 ലക്ഷം രൂപ വിനിയോഗിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നത് തീർത്തും ധൂർത്തും രാഷ്ട്രീയ പ്രേരിതവുമാണെന്നും BJP ആരോപിക്കുന്നു. വിഷയത്തിൽ BJP വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്തിയതായി EP നന്ദകുമാർ അറിയിച്ചു. നമ്മുടെ ഭാരതപ്പുഴ പുനരുദ്ധാരണം അതിന്റെ ഭാഗം നോക്കിയപ്പോൾ ചെയർമാനടക്കം സ്പെഷ്യൽ ഫണ്ടാണെന്ന്. ഇതെല്ലാം അതായത് വൺ സൈഡ് മാത്രമായിട്ട് മാറണം. ഇതിൽ ഒരു പൊതുവായ ഒരു ചിത്രം എവിടെ കിട്ടുന്നില്ല. കൃത്യമായിട്ട് ഈ ഡോക്യുമെന്ററി തയ്യാറായി വരുന്ന സമയത്ത് ആ ഡോക്യുമെന്ററി ഞാൻ എന്റെ ഫുൾ സൈസ് ഫോട്ടോയും പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ കട്ടായി പോകുന്ന ഉറപ്പാണ്. അത് വേറെ കാര്യം, അത് പോയിക്കോട്ടെ. പക്ഷെ എന്നാലും ആ വികസന നേട്ടങ്ങൾ പറയുന്ന സമയത്ത് പൊതുവായ വികസനത്തിൽ വലിയ രീതിയിലുള്ള ഒരു സൈഡാക്കൽ നടപടി ഇവിടെ നടന്നിട്ടുണ്ട്. അത് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ അറിയിക്കേണ്ടി വരും. അപ്പൊ ആ സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ദുർച്ചെലവാണ് സംസ്ഥാന സർക്കാർ മൊത്തം എല്ലാ പഞ്ചായത്ത് നഗരസഭകളിലും ചെയ്യുന്നത്. നഗരസഭയിലെ വികസന നേട്ടങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അതാത് സമയങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കുന്നുണ്ട്. ഇത്തരത്തിൽ രാഷ്ട്രീയ നേട്ടത്തിനു വേണ്ടി വലിയ തോതിൽ തുക ചെലവഴിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നതിൽ അർത്ഥമില്ലെന്ന് കോൺഗ്രസ് കൗൺസിലർമാരായ കെ കൃഷ്ണകുമാർ, TK ബഷീർ എന്നിവർ പറഞ്ഞു. വിവിധ പദ്ധതികളിലെ ബാക്കി തുക ഇപ്പോഴും ഗുണഭോക്താക്കൾക്ക് ലഭിക്കാനുണ്ടെന്നും ഇക്കാര്യം കൂടി ഭരണപക്ഷം പരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടു. വികസന സദസ്സ് നടത്തണമെങ്കിൽ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെ വിളിച്ചുകൂട്ടി ഇന്ന വികസനങ്ങൾ നടത്തി എന്ന് പറയാൻ ഇത്രയും വലിയൊരു ഫണ്ടിന്റെ ചെലവിന്റെ ആവശ്യമൊന്നുമില്ല. പരമാവധി ഫണ്ടിന്റെ ചെലവ് കുറച്ചുകൊണ്ടുള്ള ഒരു വികസന സദസ്സ് നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം. നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ കക്കൂസിനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒട്ടനവധി കാര്യങ്ങൾ ഇപ്പോഴും നമ്മുടെ ഈ തനത് ഫണ്ടില്ലാതെ മുടങ്ങി കിടക്കുന്ന ഒരവസ്ഥ ഇന്ന് നഗരസഭയിൽ വ്യാപകമായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരവസ്ഥയിൽ ഇത്രയും ഒരു ഫണ്ട് ചെലവഴിച്ചും കൊണ്ടുള്ള ഒരു വികസന സദസ്സ് നമുക്ക് വേണ്ട. വികസന സദസ്സ് ആയിക്കോട്ടെ, ആ വികസന സദസ്സ് ഫണ്ട് കൂടുതൽ ചെലവഴിക്കാത്ത ഒരു വികസന സദസ്സാക്കി മാറ്റണം എന്നാണ് എനിക്ക്. അതേസമയം വികസന സദസ്സ് എന്നത് സർക്കാർ അജണ്ടയാണെന്നും സംസ്ഥാനത്തെ എല്ലാ നഗരസഭയിലും ഇത്തരത്തിൽ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ച് വികസന സദസ്സ് സംഘടിപ്പിക്കുന്നുണ്ടെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അറിയിച്ചു. ഷൊർണൂർ നഗരസഭയ്ക്ക് കിട്ടുന്ന അംഗീകാരങ്ങൾ രാഷ്ട്രീയം നോക്കാതെ അംഗീകരിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു.
ശരിയല്ല. കാരണം നമ്മളതിനു വേണ്ടി എടുക്കുന്ന നഗരസഭയുള്ള എഫേർട്ട് വളരെ ചെറുതായി കാണുന്ന രാഷ്ട്രീയമൊക്കെ എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അതൊരു തിമിരം ബാധിച്ച പോലെ ചർച്ച ചെയ്യുന്നുണ്ട്. യാഥാർത്ഥ്യങ്ങളെ മൂടിവെച്ച് ആരോപണങ്ങളായി വരുന്നത് ഒട്ടും ഭൂഷണമായിട്ടുള്ള കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ കേൾക്കുന്നത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. കോങ്ങാട് മലയമ്പാടം വെള്ളരിത്തോട്ടം അത്തിക്കുണ്ടിൽ കോളനി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ച അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രദേശത്ത് സായാഹ്ന ധർണ നടത്തി. റോഡിന്റെ ഒരു വശം ഇടിഞ്ഞ അവസ്ഥയാണ്. ഇതോടെ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു. രോഗികളെ ആശുപത്രിയിലേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണിപ്പോൾ. മഴവെള്ളം കുത്തിയൊലിച്ചാണ് റോഡിന്റെ ഒരു വശം ഇടിഞ്ഞു വീണത്. വശം കെട്ടി അഴുക്കുചാൽ നിർമ്മിച്ചാൽ മാത്രമേ ഈ വഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയൂ. കോങ്ങാട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് 15-ാം വാർഡ് വെള്ളരിത്തോട്ടം അത്തിക്കുണ്ട് റോഡ്, മലയമ്പാടം അത്തിക്കുണ്ട് റോഡ് അനവധി വർഷങ്ങളായി മാറി മാറി ഓരോ ഭരണാധികാരികൾ വന്നിട്ടും ടാപ്പിംഗ് തൊഴിലാളികളെ കാണാതെ മറിഞ്ഞു പോകുന്ന 100-100ഓളം ടാപ്പിങ്ങേർ ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊരു ആസ്പത്രി പോകാൻ റോഡോ അല്ലെങ്കിൽ ഒരു വാഹനത്തിന് രാത്രിയിൽ വരുവാൻ റോഡോ സജ്ജമല്ല. 100 മീറ്റർ പഞ്ചായത്ത് അവിടെ ഇവിടെ വന്ന് അവരുടെ രാഷ്ട്രീയ ഇതായിട്ട് അവർ പോകാമെന്നല്ലാതെ എവിടെയാണോ തളർച്ച അവിടെ നോക്കി ചെയ്യാൻ ഒരു രാഷ്ട്രീയ ഭരണവും ഉത്തരവ് വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഈ KRT ടാപ്പിംഗ് തൊഴിലാളികൾ ഇവിടെ ഉന്നയിക്കുന്നത് ഞങ്ങൾ വസിക്കുന്ന ഭാഗത്ത് പഞ്ചായത്തിൻ്റെ വേണ്ടി വന്ന ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഞങ്ങൾക്ക് വേറെ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളി സ്വതന്ത്ര KRT കനിവ് ടാപ്പേഴ്സ് യൂണിയനാണ്. യൂണിയന് വേണ്ടിയുള്ള ഇത് ചെയ്യണം. പഞ്ചായത്ത് പ്രസിഡൻ്റായ വാർഡ് മെമ്പറായാലും ഞങ്ങൾക്ക് വിനീതമായി ഇത് ചെയ്തു തരണമെന്ന് ഈ ചാനലിലൂടെ കണ്ട് അവർ ശ്രദ്ധപ്പെടുത്തണമെന്നുള്ള ഞങ്ങളുടെ KRTൻ്റെ സംഘടന പ്രത്യേകമായി അവരോട് അഭ്യർത്ഥന. KRTA ജില്ലാ പ്രസിഡന്റ് MK സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C സുന്ദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി തച്ചമ്പാറ, ജോയിന്റ് സെക്രട്ടറി M ചാമി, T അപ്പു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നവരാത്രി വിപണിയിൽ കാർമേഘ മ്ലാനത. പൂജാസാധനങ്ങളുടെ വിലയിൽ മുൻ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനയില്ലെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വഴിയോര വിപണിക്ക് ഇത്തവണ തിരിച്ചടിയാണ്. കച്ചവടം മോശമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വർഷങ്ങളായി ഈ രംഗത്തുള്ള കച്ചവടക്കാർ. കഴിഞ്ഞ 3 വർഷക്കാലമായി പൊരി, അവിൽ, മലർ, പൊട്ടുകടല, കരിമ്പ് തുടങ്ങിയ പൂജാ സാധനങ്ങളിൽ വലിയ വിലവർധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തവണ പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനാകുന്നത്. നഗരത്തിൽ പൊതുവെ തിരക്ക് കുറവാണ്. ഇത് ഷൊർണൂരിലെ മാത്രം പ്രതിസന്ധിയല്ലെന്നും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സമാനമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും 50 വർഷത്തിലേറെയായി ഈ മേഖലയിൽ കച്ചവട രംഗത്തുള്ള മനിശ്ശേരി സ്വദേശി ശാന്തകുമാർ പറയുന്നു. ഈ പ്രാവശ്യത്തെ കച്ചവടമൊക്കെ പിന്നെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അത് ഇവിടെ നിന്നല്ല, എല്ലാവിടെയും തന്നെ സാധനങ്ങൾക്ക് പിന്നെ വില അധികം അതൊന്നുമില്ല. അതേ വില അതേ സാധനം, പക്ഷേ ഒന്നും അങ്ങനെ അങ്ങോട്ട് പിന്നെ മൂവിങ് ആവണില്ല. ഞാനിവിടെ ഒരു 50 വർഷമായിട്ടില്ല, 54 വർഷമായി. അതങ്ങനെ തന്നെയാണ്. ഈ കൊല്ലം വളരെ മോശമായിട്ട് ആണ് ഇപ്പോൾ കാണുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് കച്ചവടത്തെ പ്രധാനമായി ബാധിക്കുന്നത്. ഈർപ്പം തട്ടിയാൽ പ്രതിസന്ധിയിലായ ഉൽപ്പന്നങ്ങളുടെ കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് വലിയ ജാഗ്രതയും ആവശ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും കാലാവസ്ഥ അനുകൂലമായി കച്ചവടം പ്രതീക്ഷയ്ക്കൊത്തുയരുമെന്ന വിശ്വാസത്തിലാണ് വ്യാപാരികൾ. മഴ മാറി നിന്നാൽ പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ പരിഹാരമാകുമെന്ന് പൂജാ സാധനങ്ങളുടെ കച്ചവടക്കാരനായ മനിശ്ശേരി സ്വദേശി കണ്ണൻ പറയുന്നു. 10 വർഷത്തിന് മേലെ ഇപ്പോൾ മഴ കാരണം കച്ചവടം കമ്മിയാണ്. പഴയമായി കച്ചവടങ്ങളില്ല, വീടുകൾ കമ്മിയാണ്. ഔഷധത്തിന്റെ സീസണില്ല. അപ്പോൾ 5-2 കൊല്ലമായിട്ടാണ് ഇങ്ങനെ വിൽക്കണമായിരിക്കുന്നത്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഒരേ വിലയ്ക്കുന്നത് കൂടിയിട്ടൊന്നും സാധനങ്ങൾ നമുക്ക് കൂടുന്നല്ലാണ്ട് പൊതുവെ കൂടിയിട്ടൊന്നുമില്ല. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭ സാംസ്കാരിക നിലയത്തിന്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾ എല്ലാം നടത്താൻ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ 62 സെന്റ് സ്ഥലത്താണ് സാംസ്കാരിക നിലയം ഉയരുന്നത്. 5.38 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം.
സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയത്തിന് തുക അനുവദിച്ചത്. 2 നിലകളിലായി 1000 പേരെ ഉൾക്കൊള്ളുന്ന വിപുലമായ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സാംസ്കാരിക നിലയത്തിലുണ്ടാകും. നേരത്തെയുണ്ടായിരുന്ന രൂപരേഖയിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ വന്നതോടുകൂടി സാംസ്കാരിക നിലയത്തിൽ മുൻഭാഗത്തെ യാർഡ്, ഓപ്പൺ എയർ ഗാലറി, പാർക്കിംഗ് എന്നിവ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നഗരത്തിൽ സമ്മേളനങ്ങളടക്കമുള്ള പരിപാടികൾ നടത്താൻ നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയം മാത്രമാണുള്ളത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഓഡിറ്റോറിയം ഇടുങ്ങിയതും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുമാണ്. ഈ പോരായ്മകൾ മുന്നിൽ കണ്ടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സാംസ്കാരിക നിലയമെന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. പ്രവൃത്തി വേഗത്തിലാക്കി പദ്ധതി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിനൂതന മത്സ്യകൃഷി സംബന്ധിച്ച് ബ്ലോക്ക് പരിധിയിലെ തെരഞ്ഞെടുത്ത മത്സ്യകർഷകർക്ക് പരിശീലനം നൽകി. ദേശമംഗലം തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ആത്മ ഫാം സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആത്മ പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി കുമ്മിണിവളപ്പിൽ അബ്ദുൾ റഹ്മാന്റെ കൃഷിയിടത്തിൽ ഫിഷറീസ് വകുപ്പ് പീച്ചി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്റർ വഴി അനുവദിച്ച അതിനൂതന മത്സ്യകൃഷിയായ ബയോഫോക്ക് റൈസ്വേ സിസ്റ്റം എന്നിവയെക്കുറിച്ചാണ് തെരഞ്ഞെടുത്ത 25 മത്സ്യകർഷകർക്ക് പരിശീലനം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഇബ്രാഹിം, കൃഷി ഓഫീസർ റംസീന, സരിത, വാറു ജോസ്, ഡോക്ടർ KM അബ്ദുൽ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. മത്സ്യകർഷകർക്ക് ഫിഷറീസ് ഓഫീസർ A മുനീർ ക്ലാസ് എടുത്തു. തലശ്ശേരി LP സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിടം പഠനത്തിന്റെ ഭാഗമായി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് മങ്കര സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PP സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ICM കണ്ണൂർ ഫാക്കൽറ്റി ഈശ്വരമൂർത്തി ക്ലാസ് എടുത്തു. വ്യാപാരികളാണ് അത് ചെയ്യാനുണ്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ട്രാൻസാക്ഷൻ, എന്താണ് അവരുടെ പരിവർത്തനം. എന്തെങ്കിൽ ആരെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ വയ്ക്കും, കുറച്ച് ദിവസം അവിടെ വയ്ക്കും, പിന്നെ 1 മാസം 2 മാസം 3 മാസം 6 മാസം 1 വർഷം, പിന്നെ സാധനങ്ങൾ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ടിറക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, വാഹനം പോയി വരാനുള്ളതും അതേപോലെ തന്നെ സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കാനുള്ളത്, എടുക്കാനുള്ളത്, നമുക്ക് അതിനെക്കുറിച്ച് എതും അറിയില്ല. നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്, അത്രയാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ യാരെല്ലാം അതിനെ യൂസ് ചെയ്യാൻ പറ്റും. KV ചന്താമരാക്ഷൻ, സതീഷ് കുമാർ, KM മുരളീധരൻ, VC ആദം, MA മോഹൻദാസ്, KV രാജൻ, സുബൈദ എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും ഡയറക്ടർ TS അബ്ദുൾ മുത്തലിഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രായം തളർത്താത്ത പോരാട്ട വീര്യവുമായി കൂറ്റനാട് സ്വദേശി ഹംസ. 70-ാം വയസ്സിൽ ദേശീയ തലത്തിൽ ഷൂട്ടിങ്ങിൽ സ്വർണ്ണ മെഡൽ നേട്ടവുമായി PV ഹംസ വീണ്ടും വിസ്മയമായി മാറുകയാണ്. ഹംസയെ പറളി വില്യംകാട് വിക്ടറി ഹോഴ്സ് ക്ലബ്ബ് ആദരിച്ചു. ട്രിച്ചിയിൽ നടന്ന ഷൂട്ടിംഗ് മത്സരത്തിൽ PV ഹംസ 1 സ്വർണവും വെങ്കലവുമടക്കം 2 മെഡൽ നേടിയിരുന്നു. മാസ്റ്റേഴ്സ് ആൻഡ് സീനിയർ വിഭാഗത്തിലാണ് ഹംസ സ്വർണ്ണ മെഡൽ നേടിയത്. വിക്ടറി ഹോഴ്സ് ക്ലബിനു വേണ്ടി മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് ഹംസ കൂറ്റനാടിനെ ഉപഹാരം നൽകി ആദരിച്ചു. വളരെ ശ്രമഫലമായി ഷൂട്ടിംഗ് രംഗത്ത് പ്രശസ്തിയിലേക്ക് ഹംസക്ക കയറിക്കൊണ്ടിരിക്കുകയാണ്. പ്രായമൊന്നും കണക്കിലെടുക്കാതെ തന്നെ അദ്ദേഹം ജില്ലാതലത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലും ഉന്നത വിജയങ്ങൾ കരസ്ഥമാക്കി ട്രിച്ചിയിൽ വെച്ച് നടന്ന സോണൽ മത്സരത്തിലെ വിജയിയായിക്കൊണ്ട് സ്വർണ്ണ മെഡൽ നേടി തിരിച്ച് എത്തിയിരിക്കുകയാണ്. ഹോഴ്സ് ക്ലബ്ബ് രക്ഷാധികാരി MK മുകേഷ് അധ്യക്ഷത വഹിച്ചു. പൗരപ്രമുഖരായ KP രാമകൃഷ്ണൻ, MP ഭാസ്കരൻ, GST അസിസ്റ്റന്റ് ടാക്സ് ഓഫീസർ M മുരളീപ്രകാശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. 2 മാസം മുമ്പ് ജില്ലാതല ഷൂട്ടിംഗ് മത്സരത്തിലും ഹംസയ്ക്ക് സ്വർണ്ണ മെഡൽ ലഭിച്ചിരുന്നു. പ്രശസ്ത ഷൂട്ടറായ ഹംസ നിരവധി സീരിയലുകളിലും സിനിമകളിലും വേഷമിട്ടിട്ടുണ്ട്. പറളി വിക്ടറി ഹോഴ്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ കണ്ണുകെട്ടി ബൈക്ക് ഓടിച്ചും അദ്ദേഹം ശ്രദ്ധ നേടിയിരുന്നു. പട്ടാമ്പി കൂറ്റനാട്ട് താമസിക്കുന്ന
70 വയസ്സുള്ള ഹംസ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാനുള്ള ശ്രമത്തിലാണിപ്പോൾ. അതിൽ നിന്ന് തൃച്ചി റൈഫിൾ അസോസിയേഷൻ ക്ലബ്ബ് വഴി എനിക്ക് ഒരു 2 ഗോൾഡ് മെഡൽ കൂടി ഒരു ഗോൾഡ് മെഡലും ഒരു വെങ്കലവും കിട്ടുകയുണ്ടായി. അപ്പോൾ അതിന് എന്നെ നിങ്ങൾ എല്ലാവരും ആദരിച്ചതിന് ഞാൻ വളരെ സന്തോഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മാറ്റൊലി. ഏഷ്യാകപ്പ് ക്രിക്കറ്റിലെ ഇന്ത്യയുടെ സമ്മാനദാന ബഹിഷ്കരണം രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. ബഹിഷ്കരണത്തെ പ്രധാനമന്ത്രി ഓപ്പറേഷൻ സിന്ദൂറിനോട് താരതമ്യപ്പെടുത്തിയിരിക്കുന്നു. ACC ചെയർമാൻ കൂടിയായ പാകിസ്ഥാൻ മന്ത്രി മുഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി ഏറ്റുവാങ്ങാൻ വിസമ്മതിച്ച ഇന്ത്യൻ നായകന്റെ തീരുമാനത്തോട് നിങ്ങളെങ്ങനെ പ്രതികരിക്കുന്നു? മാറ്റൊലിയിലേക്ക്. ഇന്ത്യയുടെ അഭിമാന പ്രദർശനമാണ്. ഇന്ത്യയെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഊരാളുടെ ഔട്ട് ചെയ്യാനോ ഉദ്ദേശിച്ചാൽ നടക്കില്ല എന്ന് കാണിച്ചു കൊടുത്തു പ്ലേയേഴ്സ്. ആ സമയത്തുള്ള ബഹിഷ്കരണം നല്ല കാര്യമാണ്. നല്ല കാര്യം ചെയ്യേണ്ടതാണ്. അവർ ബുദ്ധിയാക്കി കഴിഞ്ഞാൽ അത് ചെയ്യണ്ടേ. അപ്പൊ മന്ത്രിയുടെ ചേട്ടത്ത് അടിച്ച പോലെ ആയില്ലേ. ഓക്കെ, കപ്പ കൊടുത്തില്ലോ, കപ്പ കൊണ്ടുപോയില്ലേ ചെയ്ത്. നിങ്ങൾ വേറെ കപ്പാണല്ലോ കൊടുത്തത്. ഒരു കപ്പ് തരണ്ടേ? തന്നില്ല അവര്. ഏഷ്യ കപ്പല്ലേ? ഏഷ്യ കപ്പ് തന്നെ അത് അവര് ഇതായി കൊടുക്കണ്ടേ. വേറെ കപ്പ് വാങ്ങിയിട്ടാണ് ഇപ്പോൾ ഒരു വന്നിരിക്കുന്നത്. കൊടുക്കുന്ന കപ്പ് കൊടുക്കുന്നില്ല. കപ്പ് വാങ്ങാത്തതിൽ വിവാദമൊന്നുമില്ല. വാങ്ങാത്തൊരു വിവാദമൊന്നുമില്ലല്ലോ. അത് ആദ്യം പറഞ്ഞ വിവാദമാണല്ലോ കൈ കൊടുക്കാണ്ടേ. പ്രധാന വാർത്തകൾ വീണ്ടും. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. സംഭവത്തിൽ പ്രതിഷേധിച്ച് BJP നടത്തിയ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. നാക്കുപിഴവിന്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കാൻ ശ്രമമെന്ന് BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ. കൊലവിളിക്കെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. ഷൊർണൂരിൽ പിഞ്ചുമക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവ്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് നെടുങ്ങോട്ടൂർ പരിയംതടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെ. 1 വയസ്സും 4 വയസ്സും പ്രായമുള്ള ആൺകുട്ടികളെ ദിവ്യ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് 2021 നവംബർ 14-ന്. ഷൊർണൂരിൽ ബൈക്ക് മോഷണ കേസിലെ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. കുളപ്പുള്ളിയിൽ നിന്ന് ബൈക്ക് മോഷ്ടിച്ച സംഭവത്തിൽ പിടിയിലായത് വല്ലപ്പുഴ, പൊട്ടച്ചിറ, ഓങ്ങല്ലൂർ സ്വദേശികളായ യുവാക്കൾ. മങ്കരയിലെ വാടക വീട്ടിൽ വയോധിക പൊള്ളലേറ്റ് മരിച്ച നിലയിൽ. മരിച്ചത് പൂലോടി ചെമ്പത്ത് വീട്ടിൽ ഗീത. ഒറ്റപ്പാലത്ത് തെരുവ് നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. വിഷയം കൗൺസിൽ യോഗത്തിൽ പ്രധാന ചർച്ചയായി. തെരുവ് നായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് നഗരസഭ സാംസ്കാരിക നിലയം നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിട നിർമ്മാണം വിപുലമായ സൗകര്യങ്ങളോടെ. ഷൊർണൂർ നഗരസഭ വികസന സദസ്സിനെതിരെ പ്രതിപക്ഷം. 5 വർഷത്തെ വികസന നേട്ടങ്ങൾ വിവരിക്കുന്നതിനായി ഒക്ടോബറിൽ വികസന സദസ്സ് നടത്താനുള്ള കൗൺസിൽ തീരുമാനത്തിനെതിരെ BJP കൗൺസിലർമാരുടെ വിയോജിപ്പ്. സദസ്സിനെതിരെ കോൺഗ്രസും. മ്ലാനതയുടെ കാർമേഘങ്ങൾക്കു താഴെ പൂജ വിപണി. കച്ചവടം മോശമെന്ന് വ്യാപാരികൾ. കാലാവസ്ഥ മെച്ചപ്പെടുന്നതോടെ വഴിയോര കച്ചവടം ഉണരുമെന്ന് പ്രതീക്ഷ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.